ഞങ്ങളുണ്ട്, അവരോട് വന്നിട്ട് ഞങ്ങൾ പോകും. ആ കാര്യം ഞാനോട് സംസാരിച്ച് ബോധ്യപ്പെടും. ഞാനൊരു അവരോട് സംസാരിക്കാൻ പോകും. വാർഡിന്റെ മെമ്പറാണ്. മലയോര ഹൈവേയിൽ ഇതേപോലെ നിരന്തരം മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതിക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ പാർപ്പിടം അതിലുൾപ്പെടെയുള്ളവയ്ക്ക് വൻ ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി 2021 മുതൽ കത്ത് കൊടുത്ത് ട്രീ കമ്മിറ്റി അംഗീകാരം നൽകി അത് PWക്ക് കൈമാറി അവരിത് മുറിച്ചു മാറ്റാനായിട്ട് തീരുമാനമെടുത്തതാണ്. എന്നാൽ നാളിതുവരെയായിട്ട് ഒറ്റ മരം പോലും ഇതുവരെ മുറിച്ചിട്ടില്ല. അതിന് കളക്ടർ ഓരോ വർഷവും കാറ്റും മഴയും വരുമ്പോൾ ഉത്തരവിടും മുറിച്ചു മാറ്റാനുള്ള മരങ്ങൾ അപകട ഭീഷണിയായിട്ടുള്ളതുണ്ടെങ്കിൽ അറിയിക്കാൻ. നിരന്തരം നമ്മൾ ലെറ്റർ പാഡിൽ എഴുതി ഈ മരങ്ങളെല്ലാം കൊടുത്ത് തീരുമാനമാക്കിയിട്ടിട്ടും കളക്ടറുടെ വാക്കുപോലും പുല്ലുവിലക്കെടുത്തുകൊണ്ട് ഈ PWD ഉദ്യോഗസ്ഥർ ഇത് മുറിച്ചു മാറ്റുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണ MLA ഉൾപ്പെടെയുള്ളവർ പുനലൂർ അദാലത്ത് കൂടിയും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനിച്ച് മരങ്ങൾ പഞ്ചായത്തിന്റെ തലത്തിലോ അല്ലെങ്കിൽ PWD മുറിച്ചു മാറ്റാനായിട്ട് നിരന്തരം തീരുമാനമെടുത്തിട്ടും ഇതുവരെ യാതൊന്നും മുറി. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഭീഷണി എന്നും പറഞ്ഞുകൊണ്ട് നല്ല മരങ്ങൾ അവര് കൊടുത്താൽ പോലും അത് വന്ന് അവരുടെ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്ന ഒരു പരിപാടിയാണ് PWD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മരങ്ങൾ വീണ് പോസ്റ്റുകൾ തകരുന്നു. ആ പോസ്റ്റുകൾ മാറി വരണമെങ്കിൽ 4 ദിവസമെങ്കിലും കുറഞ്ഞു കിടക്കുന്നു. ഈ 4 ദിവസവും കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. കൊച്ചു പിള്ളേരും പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ കഴിയുന്ന ഈ മേഖലയിൽ നിരന്തരം ഇത് തന്നെ ഈ 4 മാസം കൊണ്ട് ഇത് തന്നെയാണ് പരിപാടി. ആ പൈസ പോലും അതിനുണ്ടാവുന്ന ചെലവ് പോലും KSEB നമ്മുടെ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു മരം ഇന്നാളിവിടെ വന്ന് ട്രീ കമ്മിറ്റിക്കാർ നോക്കിയിട്ട് പോയപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് ഉടൻ മുറിച്ചില്ലെങ്കിൽ ഇനിയൊരു മരം വീണാൽ ഇത് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് നോക്കി നമ്മൾ ഇവിടുന്ന് മാറ്റി. ഇനിയൊരു മരം ഇതിനിടയ്ക്ക് മുറിച്ച് മാറ്റാതെ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങളിത് മാറ്റത്തില്ല. അതിന് ഇനി അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അറസ്റ്റ് വരിക്കേണ്ടി വന്നാൽ അറസ്റ്റിനും തയ്യാറായി തന്നെ ഞങ്ങൾ നിൽക്കും. അതുകൊണ്ട് ഇത് അധികാരികൾക്കുള്ളൊരു താക്കീതാണ്. PWക്കാർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ സമരം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നാളുകളിൽ ഇത് ആവർത്തിച്ചാൽ ഇനി മരിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ശക്തമായ തീരുമാനം ഉണ്ടാവാതെ ഞങ്ങൾ ഇന്ന് PWDയുടെ മലയോര ഹൈവേയുടെ റോഡ് സൈഡിൽ നിന്ന ഒരു മരമാണെന്ന് പൊടിഞ്ഞു വീണിരിക്കുന്നത്. ഇത് ഇപ്പോൾ ചാനലുകാർ കണ്ടുവന്ന് അകത്ത് മുഴുവൻ പൊള്ളയായിരുന്ന ഒരു മരമാണ്. ഇവിടുത്തെ വാർഡ് മെമ്പറായ ജോസഫ് ഇതടക്കം 6-7 മരങ്ങൾ ഈ വാർഡിൽ തന്നെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. അത് എല്ലാം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിരവധി തവണ കത്തുകൾ കൊടുത്ത് തീരുമാനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ
നാളെ ഇതുവരെ അതിനുമേൽ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ മരം വീഴുമ്പോൾ സ്കൂൾ ടൈമിലാണ് വീണുകൊണ്ടിരുന്നത്. യാത്രികൻ രക്ഷപ്പെട്ടു. ഇന്നിപ്പോ പൊതുജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. കാരണം ഇനി നാളുകളിൽ വീണ്ടും മരം വീഴാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടും അവരുടെ രോഗികളടക്കമുള്ള ആളുകൾ വന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് എയർപോർട്ടിൽ പോകാൻ ആളുകളെ. അപ്പോഴാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത് വീണ്ടും ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ജനങ്ങൾ ഇന്നിപ്പോ പൊതുജനങ്ങളൊക്കെ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അതിനെ നിസ്സാരമായി കാണുന്ന പോലീസ് അധികാരികളോടും PWD അധികാരികളോടും മലയോര ഹൈവേയുടെയും ഫോറസ്റ്റിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരോടൊക്കെ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമാണ് ഉള്ളത്. ഈ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മലയോര ഹൈവേയിലും മറ്റ് സ്കൂളിന്റെ ഭാഗങ്ങളിലും ഒക്കെ തന്നെ നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഈ അപകട ഭീഷണിയിലുള്ള മരങ്ങൾ നിരന്തരമായി മുറിക്കണമെന്ന് 4 മാസത്തിലേറെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയും കാറ്റും വരുന്ന സമയത്ത് നിരന്തരം റോഡുകളിലും ആളുകൾക്ക് അപകട ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ, ആളുകളിലും യാത്രക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിലും, ഇലക്ട്രിസിറ്റിക്ക് കേടുപാട് വരുന്ന രീതിയിലും ഒക്കെ തന്നെ മരങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിരന്തരം ആവശ്യപ്പെടുകയും ഇപ്പോൾ തന്നെ ഇവിടെ ഒഴിഞ്ഞു വീണ മരം അപകട ഭീഷണി ഉയർത്തുന്നത് കാണിച്ച് ഇവിടുത്തെ വാർഡ് മെമ്പർ കത്ത് കൊടുത്തതനുസരിച്ച് ഈ മരം ഉൾപ്പെടെ ഏകദേശം 10ഓളം മരങ്ങൾ ഈ പ്രദേശത്ത് തന്നെ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നും മുറിച്ചു മാറ്റാതെയോ അല്ലെങ്കിൽ നമ്മള് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു മരം മാത്രം മുറിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാശുകാരന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ മാത്രം മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നിരന്തരം കാഴ്ചയാണ് ഈ ഇതുപോലെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത്. അപ്പൊ ഇന്ന് ഈ പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഈ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ്. ഈ പ്രതിഷേധം തുടരും. ബാക്കിയുള്ള മരങ്ങൾ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുമെന്ന് അറിയിക്കും.